ഞാനേ ഇന്ന് കാണിക്കുന്നത് തേങ്ങയില്ലാതെ എങ്ങനെ മോരുകറി ഉണ്ടാക്കാമെന്നാണേ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ആദ്യം എടുക്കണേ. തൈര് എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അടിക്കണേ, നല്ല രീതിയിൽ. തൈര് മാത്രം ഇട്ട് അടിച്ചാൽ മതിയേ. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ടേ. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവയും കൂടി പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളകും കൂടി നല്ല രീതിയിലൊന്ന് ഇതായതിനു ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ആ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4-5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മോരുകറി ആവശ്യമുണ്ടോ അത്രത്തോളം തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലേ. അത് ജാറൊന്ന് കഴുകി ഒഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത്. കുറച്ച് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നു എന്ന് കണ്ടതിന് ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ മോരുകറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന്